ഹലോ ഗായ്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഓഫീസിൽ നിന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് നേരെ എൻ്റെ വീട്ടിലോട്ട് പോയ കേട്ടോ. എന്തിനാണ് പോയെന്ന് വെച്ചാൽ എൻ്റെ ബ്രദർ ശബരിമലയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു കെട്ട്. അതുകൊണ്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ വീട്ടിലെ ചെടികളാണ് കേട്ടോ. നമ്മളെ വീട്ടിലെ ചെടിയൊക്കെ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയ അതിഥികളാണ് കേട്ടോ. ഒരു ചെടിയിൽ തന്നെ വെള്ളയും വയലറ്റും പൂവൊക്കെ ഉള്ളത്, പിന്നെ തെറ്റി, അങ്ങനെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യത്തെ ശ്രീശൈലത്തിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചെടികളൊന്നും ഇത്രത്തോളം വളർന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ എല്ലാ ചെടിയും വളർന്നിട്ടുണ്ട്. ഒത്തിരി തുളസി തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ തുളസിയൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ ക്ഷേത്രത്തിൽ സ്വന്തമായിട്ട് ഇങ്ങനെ പൂവൊക്കെ കെട്ടി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ മുന്നേയും ഇങ്ങനെ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കെട്ടി കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെ ചേർന്ന് തുളസിയൊക്കെ പറിച്ചു. നമ്മൾ കെട്ടി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഇതാണ്. നമ്മളിങ്ങനെ കെട്ടി കൊടുത്തത് തന്നെ അവരിങ്ങനെ ചാർത്തി കൊടുക്കുന്നതാണ് നല്ല രസമല്ലേ. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞാനും അമ്മയും കൂടെ കുളിച്ചിട്ടായിരുന്നു പറിക്കാനും ഇറങ്ങിയിരുന്നത്. കുറച്ച് ആദ്യം പറിച്ചോളൂ, എന്നിട്ട് അത് കെട്ടിയിട്ട് വേണമെങ്കിൽ അടുത്തത് പറിച്ചാൽ മതിയല്ലോ. അങ്ങനെ കാരണം ഒത്തിരി തുളസി ഉണ്ടായിരുന്നു കേട്ടോ. ഈ തുളസി നല്ല രീതിയിൽ ഇങ്ങനെ വളർന്ന് കിടക്കുന്നതാണ് നല്ല രസമാണ് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ സ്റ്റാർ ഇട്ടായിരുന്നു കേട്ടോ. ഞാൻ ചെന്ന ടൈമിൽ അച്ഛൻ സ്റ്റാർ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഉച്ചയ്ക്കായിരുന്നു വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരുവിധം നമ്മൾ തുളസിയെല്ലാം പറിച്ചിട്ട് ഞാനും അമ്മയും കൂടെ തുളസി മാല കെട്ടാൻ ആരംഭിച്ചു കേട്ടോ. എനിക്ക് ചെറുതിലോട്ട് പൂവെട്ടാൻ അറിയാം കേട്ടോ. അമ്മ ഇതുപോലെ ക്ഷേത്രത്തിൽ പൂ കെട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ചെന്ന് നോക്കിയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ പയ്യെ അമ്മാമ്മ തന്നെ എനിക്ക് പൂ കെട്ടേണ്ട രീതി പറഞ്ഞു തന്ന്. അങ്ങനെ അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ സഹായിച്ചൊക്കെ കൊടുത്ത് ഞാൻ നല്ലൊരു പൂകെട്ടുകാരിയായി. ഞാൻ അമ്മൂമ്മയ്ക്കൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ട്. അവിടെ പോകുന്ന ടൈമിലൊക്കെ ഞാൻ കെട്ടി സഹായിച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂവെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ മുല്ലപ്പൂ കെട്ടുന്ന വീഡിയോ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാനിവിടെ അയക്കാട്ടി കൊടുത്തേക്കാവേ. അങ്ങനെ നമ്മളെ പൂകെട്ടെല്ലാം കഴിഞ്ഞ് അമ്മ ഇങ്ങനെ പൂവിനെയൊക്കെ ഒന്ന് ചുറ്റി സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് അമ്മ അത് അകത്ത് കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതർ പൂവിന് വേണ്ടി നമ്മൾ കുറച്ച് പൂക്കൾ ഇങ്ങനെ പറിക്കുന്നുണ്ട് കേട്ടോ. ഇത് അടുക്ക് ശംഖുപുഷ്പമാണ് കേട്ടോ. അടുക്ക് ശംഖുപുഷ്പം മാത്രമല്ല, അല്ലാത്ത ഒറ്റ ശംഖുപുഷ്പം ഉണ്ട് കേട്ടോ. ഇത് ഒറ്റയാണ്, ഇത് അടുക്ക്. അങ്ങനെ നമ്മുടെ കൊച്ചു ഗാർഡൻ കേട്ടോ. അങ്ങനെ കോവിലിൽ കൊടുക്കാനുള്ള എല്ലാ പൂക്കളും പറിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരെ ചായ ഇടാൻ കയറി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നേരെ ഞാൻ പിന്നെ കോവിലിൽ പോകാൻ വേണ്ടി റെഡിയാവാൻ ഇറങ്ങി കേട്ടോ. അച്ഛൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു അവിടെ പടുക്കൊക്കെ വേണ്ടി എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടി. പിന്നെ ഞാനും അമ്മയും കൂടെ റെഡിയായി. ആ ടൈമിൽ ബ്രദർ നമ്മളെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചടപടിയിൽ നിന്നും റെഡിയായതിന് ശേഷം പിന്നെ അമ്മ കഥവെല്ലാം പൂട്ടി നമ്മൾ സ്റ്റാറിൽ ലൈറ്റ് ഇട്ടായിരുന്നു കേട്ടോ. രാത്രി ആയിരുന്നെങ്കിൽ നമുക്ക് ഈ സ്റ്റാറിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റുന്നല്ലേ. ഇപ്പോൾ വെട്ടം ഉള്ളതുകൊണ്ട് ലൈറ്റ് കത്തുന്നതിൻ്റെ ആ എഫക്റ്റ് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എല്ലായിടും ഒന്ന് ചുറ്റി തൊഴുവാന്ന് വിചാരിച്ചു. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ നമുക്ക് വേറൊരു മൈൻഡാണല്ലേ. എത്ര നെഗറ്റീവായിട്ട് ഇരുന്നാലും നമുക്ക് ക്ഷേത്രത്തിലെ അറ്റ്മോസ്ഫിയർ നമുക്ക് നല്ലൊരു പോസിറ്റീവായി കിട്ടും. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോഴത്തേക്കും നെയ്ത്തേങ്ങ നിറയ്ക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലായിടും തൊഴുതിന് ശേഷം നേരെ അയ്യപ്പ ക്ഷേത്രത്തിലോട്ട് പോയി. ഇവിടെ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അൻവിക്കുട്ടി കുറേ നേരം കൊണ്ട് എൻ്റെ അടുത്ത് വെള്ളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അകത്തിങ്ങനെ നിന്നോണ്ട് ഞാൻ പറഞ്ഞു പുറത്തിറങ്ങിയിട്ട് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് അവൾക്ക് നെയ്ത്തേങ്ങ നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്ലാസ്സിൽ നെയ്യ് കൊടുത്തപ്പോൾ കുട്ടി വിചാരിച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത്. അതുകൊണ്ട് അവൾ ആദ്യം കുടിക്കാനാണ് പോയത് കേട്ടോ. പിന്നെ മനസ്സിലായത് അതിൽ ഒഴിക്കാനാണ്. അങ്ങനെ നിറത്തേങ്ങയൊക്കെ നിറച്ച് എല്ലാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ മഹാദേവ ക്ഷേത്രത്തിനകത്ത് ദീപാരാധനയ്ക്ക് പോയി. ഇവിടെ എല്ലായിടവും ദീപാരാധന കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ അയ്യപ്പ ക്ഷേത്രത്തിൽ ദീപാരാധന. അത് കഴിഞ്ഞിട്ടാണ് അവർ കെട്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ അകത്തെ ദീപാരാധനയൊക്കെ തൊഴുത് പുറത്തും കൂടെ ദീപാരാധനയ്ക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയ്യപ്പ ക്ഷേത്രത്തിലെ ദീപാരാധനയും കഴിഞ്ഞ് പിന്നെ തിരുമേനി വന്ന് ഇങ്ങനെ കെട്ടൊക്കെ പൂജിക്കുന്നുണ്ട് കേട്ടോ. പൂജിച്ചതിന് ശേഷം ഇങ്ങനെ എല്ലാവർക്കും കെട്ട് കൊടുക്കുന്നുണ്ട്. അയ്യപ്പോ സ്വാമിയെ സ്വാമിയെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ. അങ്ങനെ അവർ കെട്ടി പുറത്തോട്ട് ഇറങ്ങി. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ ഇങ്ങനെ തേങ്ങ ഉടയ്ക്കണം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഉടച്ചതിന് ശേഷം നേരെ ഗണപതി ഭഗവാന്റെ അടുത്ത് പോയി അവിടെ ഇതുപോലെ തേങ്ങ ഉടച്ചിട്ടാണ് അവർ നേരെ ശബരിമലയ്ക്ക് പോകുന്നത്.
കെട്ടും കെട്ടി പുറത്തിറങ്ങി ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ബസ്സിൽ നേരെ കയറി തമ്പാനൂരിലോട്ട് പോയി. അവിടെ നിന്നായിരുന്നു കേട്ടോ ബസ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫാമിലി എല്ലാവരും കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നേരെ വീട്ടിലോട്ട് പോയത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ലായിരുന്നു. അനീഷേട്ടൻ അന്ന് ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിലാണ് കേട്ടോ ചേട്ടൻ വരുന്നവരെ നിന്ന്. ചേട്ടൻ വരുന്ന വഴിക്ക് വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ കുട്ടി ഈവനിങ് വ്ലോഗ് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയും പോലെ നമ്മളുടെ കുട്ടി ചാനലും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.